എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അവസാന സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡിസംബർ 23-ാം തീയതി, അതായത് 2024 ഡിസംബർ 23-ാം തീയതി LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ, അതായത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് LBSൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് ഈ ഒരു അപേക്ഷ നൽകി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിൽ കൂടി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും. അതായത് നേരത്തെ ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതിൽ ഓപ്ഷൻ നൽകല്ല, നേരിട്ട് പോയിട്ട് പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ, കാരണം ഇത് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ 23-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വന്ന് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റ് വഴി കോളേജുകളിൽ അഡ്മിഷൻ നേടിയവർ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നേടിയവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് LBS സെൻറ്ററിൽ തന്നെ ഓൺലൈനായിട്ട് അടക്കേണ്ടി വരുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പ്രവേശനം നേടാത്തവരുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് നൽകുന്നത് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിൻ്റെ കട്ട് ഓഫ് തീയതി 24/12/2024 വരെയാണ്. അതിനാൽ തന്നെ 24/12 തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്, അല്ലെങ്കിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വേക്കൻസീസ് എത്രയാണ് എന്നുള്ളത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട്, അതായത് ഇൻസ്ട്രക്ഷൻസ് അല്ല, നമുക്ക് ആദ്യം വേക്കൻസീസ് പരിശോധിക്കാം. അപ്പോൾ വേക്കൻസീസ് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് ഏതൊക്കെ കോളേജുകളാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ ആ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2024-25 അധ്യയന വർഷത്തെ ഈ ഒരു BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രം സർക്കാർ ശാസ്ത്രീയ കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നടത്തുന്ന, അതായത് പ്രവേശനത്തിനുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 ഡിസംബർ 23 LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ വെച്ച് നടത്തുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ രാവിലെ 11 മണിക്കകം നേരിട്ട് ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. മുൻ അലോട്ട്മെൻറ്റുകളിൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചവർ ഈ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള നിരാക്ഷേപപത്രം, അതായത് NOC ഹാജരാക്കേണ്ടതാണ്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ മുൻപ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ LBSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ നിർദ്ദിഷ്ട ഫീസ് അടച്ച് ഡിസംബർ 24-നകം കോളേജുകളിൽ നിങ്ങൾ പ്രവേശനം നേടണം. കോളേജ് പ്രവേശനത്തിനുള്ള അവസാന തീയതി ഡിസംബർ 24 ആയതിനാൽ കോളേജ് പ്രവേശനത്തിന് യാതൊരുവിധ കാരണവശാലും സമയം നീട്ടി നൽകുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസീസ് പരിശോധിക്കാം. അപ്പോൾ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വേക്കൻസി എത്രയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിതിൽ പങ്കെടുക്കാവുന്നതാണ്. BSc മെഡിക്കൽ ബയോ കെമിസ്ട്രിയാണ്. ഇതെല്ലാം മെറിറ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 2 കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ബയോ കെമിസ്ട്രിക്ക് ഈ ഒരു KMCT കോളേജിൽ 9 സീറ്റാണ്. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 7 സീറ്റ്. ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് BPT കോഴ്സിന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ, അതായത് വാളയാറിൽ 12 സീറ്റാണ് വേക്കൻസി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും വേക്കൻസി മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നാളെയല്ല, ഈ ഒരു ഡിസംബർ 23-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ 23/12/2024 സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നിരാക്ഷേപപത്രം NOC നിർബന്ധമായും ഹാജരാക്കണം. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പ്രസിദ്ധീകരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുക. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരികെ ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ലഭിച്ചതിന് ശേഷം ഈ മുമ്പ് ഫീസൊന്നും അടച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് 25,000 രൂപയും, SC ST OEC ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 1000 രൂപയും അപ്പോൾ തന്നെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ തന്നെ ഓൺലൈനായിട്ട് അടക്കണം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2024 ഡിസംബർ 24
തീയതിക്ക് അതത് കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. നിലവിലെ പ്രകാരം ഡിസംബർ 24 പ്രവേശനത്തിനുള്ള അവസാന തീയതി ആയതിനാൽ ഡിസംബർ 24 പ്രവേശനം നേടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപേക്ഷകർ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ലെറ്റർ ഹാജരാക്കിയാൽ മതി. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, അടൂർ, ആലപ്പുഴ, അതുപോലെ പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ടോട്ടൽ 13 ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും നൽകി, നിങ്ങളുടെ വീട്ടിലെ മറ്റാർക്കെങ്കിലും നൽകി ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, അതുപോലെ നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ അവരുടെ പേര് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ അല്ല, അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ ഇവിടെയാണ് ആപ്ലിക്കേഷൻ നമ്പർ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റാങ്ക് നമ്പർ, അതുപോലെ തന്നെ ഏത് റാങ്ക് ലിസ്റ്റിലാണ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതണം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അത് നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇവിടെ ആരാണോ അറ്റസ്റ്റ് ചെയ്യുന്നത് അവരുടെ പേരും അഡ്രസ്സും ആ ഒരു കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടത്. അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നെയിം കാണാം. അപ്പോൾ അവിടെ അതായത് ആദ്യത്തെ നെയിമും അഡ്രസ്സും നിങ്ങളുടേതാണ്. അതിനുശേഷം ബാക്കിയുള്ളത് നെയിം, അതുപോലെ ഡെസിഗ്നേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഓഫീസ് സീലുമാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ആരാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇതിൽ പ്ലേസ് ആൻഡ് ഡേറ്റ് കൊടുക്കാണ്ട്, അപ്പോൾ അതുകൂടി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾ ആരാണ് അയക്കുന്നത് അവരുടെ കയ്യിൽ ഇതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു LBSൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും നൽകിയിട്ട് നിങ്ങൾക്ക് അവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നാളെയല്ല, ഈ ഒരു ഡിസംബർ 23-ാം തീയതി തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രം വിദ്യാർത്ഥികൾ ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.